ഹായ് മക്കളെ, വിങ്സ് അക്കാദമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ് കെമിസ്ട്രിയിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. Classify the following chemical reactions into combination reaction, decomposition reaction, double decomposition reaction and displacement reaction. നമുക്ക് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. ഈ കെമിക്കൽ റിയാക്ഷൻസിനെ നമ്മൾ 4 റിയാക്ഷൻ ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത് അല്ലെ. ഏതൊക്കെ റിയാക്ഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആൻഡ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഈ 4 റിയാക്ഷനെ നമ്മൾ ഇത് എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്തറിയണം? ഈ 4 റിയാക്ഷൻ എന്താണെന്നുള്ളത് അറിയണം അല്ലെ. അപ്പൊ ഏകദേശം എല്ലാ മക്കൾക്കും നന്നായിട്ട് തന്നെ അറിയാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ റിയാക്ഷൻ ആണ് നമുക്ക് അറിയാവുന്നത് പോലെ കോമ്പിനേഷൻ റിയാക്ഷൻ. അപ്പൊ എന്താണ് മക്കളെ കോമ്പിനേഷൻ റിയാക്ഷൻ? കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇങ്ങനെ ഓർത്താൽ മതി, 2 അതിലധികമോ റിയാക്ടൻസ് കൂടി ചേർന്നിട്ട് ഒരൊറ്റ പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കും. എന്താണ്? 2 അതിലധികമോ റിയാക്ടൻസ് കൂടി ചേർന്നിട്ട് ഒറ്റ പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? കോമ്പിനേഷൻ റിയാക്ഷൻ. കമ്പൈൻ ചെയ്തു എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ അല്ലേ? രണ്ടാമത്തെ റിയാക്ഷന്റെ പേരാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. എന്താണ്? വിഘടന രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അപ്പൊ ഈ ഡീകമ്പോസിഷൻ എന്നുള്ള വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ റിയാക്ഷൻ ഉണ്ടാകും അല്ലെങ്കിൽ ഒറ്റ റിയാക്ടന്റ് ആയിരിക്കും, അത് ഡീകമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ അതിന് ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ട് 2 അതിലധികമോ പ്രൊഡക്റ്റ് ആയിട്ട് അത് മാറും. എന്താണ്? ഒരൊറ്റ റിയാക്ടന്റ് ഉണ്ടാകും, അതിന് ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഡീകമ്പോസ് സംഭവിച്ചിട്ട് 2 അതിലധികമോ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്ന തരത്തിലുള്ള റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് വിളിക്കാം. നെക്സ്റ്റ് വരുന്ന റിയാക്ഷൻ ആണ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ അല്ലെ. ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ റിയാക്ടന്റിന്റെ സൈഡിലും പ്രൊഡക്റ്റിന്റെ സൈഡിലും കോമ്പൗണ്ട്സ് ആയിരിക്കും. ഈ കോമ്പൗണ്ടുകൾ എന്ത് ചെയ്യും? റിയാക്ടന്റിന്റെ സൈഡിലെ കോമ്പൗണ്ടുകളെ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യും, അവരുടെ അയോൺസിനെ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യും. അങ്ങനെയുള്ള റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ലാസ്റ്റ് വൺ വരുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. എന്താണ് മക്കളെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു എലമെന്റ് മറ്റൊരു എലമെന്റ് എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേസ് ചെയ്യുന്നു അല്ലെങ്കിൽ ആദേശം ചെയ്യുന്നു എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻ ആണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു 5-6 കെമിക്കൽ റിയാക്ഷന്റെ ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ റിയാക്ഷൻസ് ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള റിയാക്ഷൻ ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നോക്കിയാലോ. അപ്പൊ ഇപ്പൊ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വേണം, അങ്ങനെ നമുക്ക് ഈ റിയാക്ഷൻ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ നോക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ ഒന്ന് ചെക്ക് ചെയ്താ നോക്കിക്കോളെ. നോക്കാം. Zn plus FeSO4 gives ZnSO4 plus Fe അല്ലെ. അങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നോക്കാം. Yes. അപ്പൊ ഈ Zn plus FeSO4 gives ZnSO4 plus Fe എന്ന് പറയുമ്പോ ഇവിടെ എന്ത് ടൈപ്പ് റിയാക്ഷൻ ആണെന്ന് അറിയണം അല്ലെ. എന്ത് ടൈപ്പ് റിയാക്ഷൻ ആണെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരെണ്ണം എലമെന്റ് ആണ് ആൻഡ് മറ്റൊരു എന്താണ്? ഒരു കോമ്പൗണ്ട് ആണ് അല്ലെ. ഇവിടെ എന്താ ചെയ്ത്? ഈ Zn എന്ന് പറയുന്ന ആള് Fe എന്ത് ചെയ്തു? അങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്തു. അപ്പൊ Fe എന്ന് പറയുന്ന ആളല്ലേ അയൺ എന്തായി? ഒറ്റയ്ക്കായി. ആൻഡ് Zn ആളുടെ കൂടെ കൂടി SO4ന്റെ കൂടെ കൂടി. അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻ, ഒരാളെ ഡിസ്പ്ലേസ് ചെയ്യുന്ന റിയാക്ഷനെ നമ്മൾ എന്ത് പേരാ വിളിക്കുക? ഒരാളെ ഡിസ്പ്ലേസ് ചെയ്യുന്ന റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. എന്താ വിളിക്കുക? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അപ്പൊ ഒരാളെ അങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്ന റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. NaCl plus AgNO3 gives NaNO3 plus AgCl2. ഇവിടെ നോക്കിയ കുട്ടികളെ 2 കോമ്പൗണ്ടുകളാണ് അല്ലെ. റിയാക്ടന്റിന്റെ സൈഡിൽ നോക്കിയാലും പ്രൊഡക്റ്റിന്റെ സൈഡിൽ നോക്കിയാലും നമുക്ക് കോമ്പൗണ്ടുകളെ കാണാൻ പറ്റും. ഈ കോമ്പൗണ്ടുകളെ റിയാക്ട്
റിയാക്ടന്റിന്റെ സൈഡിൽ നോക്കാം, ഇവിടേക്ക് എത്തുമ്പോൾ അതിന് എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നതെന്നാണ് നോക്കണ്ടേ. ഓക്കെ, ഇവിടെ NaCl ആണ് ആൻഡ് ഇവിടെ AgNO3 ആണ്. അത് പ്രൊഡക്റ്റ് ആയി കഴിയുമ്പോൾ അവിടെ എന്ത് മാറ്റാ വന്നിരിക്കുന്നത് നോക്കാം. അവരവരുടെ അയോൺസിനെ പരസ്പരം എന്ത് ചെയ്തു കുട്ടികളെ? ഇന്റർചേഞ്ച് ചെയ്തു. അവരവരുടെ അയോൺസിനെ പരസ്പരം എന്ത് ചെയ്തു? ഇന്റർചേഞ്ച് ചെയ്തു. Na-യുടെ കൂടെ ആര് വന്നിരുന്നു? NO3 വന്നിരുന്നു. ആൻഡ് Ag-യുടെ കൂടെ ആര് വന്നിരുന്നു? Cl വന്നിരുന്നു. അങ്ങനെ ഒരു റിയാക്ടൻസിൽ അവരവരുടെ അയോൺസുകളെ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷനെ നമ്മൾ എന്ത് വിളിക്കുക? അങ്ങനെയുള്ള റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. എന്ത് റിയാക്ഷൻ ആണ്? ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഓക്കെ അല്ലേ? അപ്പൊ ആ റിയാക്ഷനും ക്ലിയർ ആണ്. എന്താ മൂന്നാമത്തെ നോക്കാം. നമുക്ക് ഇവിടെ ഒരു ഒറ്റ റിയാക്ടന്റ് അല്ലെ, ഒറ്റ റിയാക്ടന്റ് കണ്ടിട്ട് അത് 2PbNO3 twice എന്ന് പറയുന്ന റിയാക്ടന്റ് ആണുണ്ട്. അത് എന്തൊക്കെയായിട്ടാണ് മാറുന്നത് മക്കളെ? 2PbO ആൻഡ് NO2 അതുപോലെ O2 ഇത്രയുമായിട്ട് മാറുന്നുണ്ട്. ഒരൊറ്റ റിയാക്ടന്റ് വിഘടിച്ച് അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ട് ഡിഫറെന്റ് രണ്ടോ അതിൽ കൂടുതലോ പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ടൻസിനെ നമ്മൾ എന്താ വിളിക്കുക? ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞതല്ലേ, അങ്ങനെയുള്ളതിന് നമ്മൾ എന്താ വിളിക്കുക? അങ്ങനെയുള്ളതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. എന്താ വിളിക്കുക? ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഒരൊറ്റ റിയാക്ടന്റ് വിഘടിച്ച് അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്ത് രണ്ടോ അതിൽ കൂടുതലോ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്ന തരത്തിലുള്ള റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ആൻഡ് ഫോർത്ത് വൺ നോക്കാം. H2 plus I2 gives 2Hi. H2 ഹൈഡ്രജനും I2 രണ്ടുപേരോട് കൂടിച്ചേർന്ന് ഒരൊറ്റൊരാളുണ്ടായി നമുക്ക് എന്തായാലും പറയാ, സിമ്പിൾ ആണ്. എന്താണ്? അതൊരു കോമ്പിനേഷൻ റിയാക്ഷൻ ആയിരിക്കും. എന്ത് റിയാക്ഷൻ ആയിരിക്കും? കോമ്പിനേഷൻ റിയാക്ഷൻ. ആൻഡ് ലാസ്റ്റ് വൺ നോക്കാം. PbNO3 twice plus 2Ki gives PbI2 plus 2KNO3. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെയും രണ്ട് കോമ്പൗണ്ടുകളാണ്. ഈ കോമ്പൗണ്ടുകളെ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അവരുടെ അയോൺസിന് ആ കോമ്പൗണ്ടുകൾ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ എന്ത് റിയാക്ഷൻ ആയിരിക്കും വരിക? ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഇവിടെ വരുന്ന റിയാക്ഷൻ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആയിരിക്കും വരിക. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, ചെയ്തു നോക്കാം. ആലോചിച്ച് വെച്ചേക്കണേ. നോക്കിയേ, ഒരൊറ്റ റിയാക്ടന്റ് ആണ്. ഈ ഒരൊറ്റ റിയാക്ടന്റ് എന്തായിട്ട് മാറി? രണ്ട് പ്രൊഡക്റ്റ് ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ അത് ഏത് റിയാക്ഷൻ ആയിരിക്കും? ആലോചിച്ച് നോക്കിയേ, ഏത് റിയാക്ഷൻ ആയിരിക്കും? അങ്ങനെയുള്ള റിയാക്ഷൻ ആണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഏത് റിയാക്ഷൻ ആണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പരീക്ഷയ്ക്ക് ഷുവർ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ശ്രദ്ധിച്ച് പഠിച്ചേക്കാം, പെട്ടെന്ന് മാറിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് given below and classify them into combination reaction, decomposition reaction and displacement reaction. ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻസിന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതിയതിനു ശേഷം അത് ഏത് റിയാക്ഷൻ ആണെന്ന് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കിയാ, മഗ്നീഷ്യവും നൈട്രജനും കൂടി കൂടിച്ചേർന്നിട്ട് മഗ്നീഷ്യം നൈട്രൈഡ് ഉണ്ടായി. ഇതിന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എങ്ങനെയാ വരാം? മഗ്നീഷ്യം 3Mg, നൈട്രജൻ എന്ന് പറയുമ്പോൾ N2, അവർ കൂടിച്ചേർന്ന് ആരുണ്ടായി? മഗ്നീഷ്യം നൈട്രൈഡ് ഉണ്ടായി. സോ Mg3N2. ഇത് ബാലൻസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും വരുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഇക്വേഷൻ, ഈ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇത് എന്ത് ടൈപ്പ് റിയാക്ഷൻ ആണെന്നാണ് അറിയേണ്ടത്. രണ്ടു പേര് കൂടിച്ചേർന്നിട്ട് ഒരൊറ്റ ഒരാളിൽ ഉണ്ടായ എന്ത് ടൈപ്പ് റിയാക്ഷൻ ആയിരിക്കും? നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചല്ലേ ഉള്ളൂ. എന്ത് ടൈപ്പ് റിയാക്ഷൻ ആയിരിക്കും അത്? കോമ്പിനേഷൻ റിയാക്ഷൻ. എന്ത് ടൈപ്പ് റിയാക്ഷൻ ആയിരിക്കും? കോമ്പിനേഷൻ റിയാക്ഷൻ. രണ്ടാളുകൾ കൂടിച്ചേർന്നിട്ട് ഒരൊറ്റ ഒരാളുണ്ടായാൽ അത് എന്ത് ടൈപ്പ് റിയാക്ഷൻ ആണ്? കോമ്പിനേഷൻ റിയാക്ഷൻ. രണ്ടാമത്തെ നോക്കാം, സിങ്ക് കാർബണേറ്റ്. ഒരൊറ്റ ഒരാളാണ് അയാൾ എന്തായി? ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ട് സിങ്ക് ഓക്സൈഡും ഉണ്ടായി, അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡും ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ടൈപ്പ് റിയാക്ഷൻ ആയിരിക്കും? അതിന്റെ ഇക്വേഷൻ എങ്ങനെയാ വരാം? ZnCO3 gives ZnO plus CO2. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷൻ എന്ത് പേര് വിളിക്കും? ബ്രേക്ക് ഡൗൺ സംഭവിച്ചു. സോ അതെന്ത് റിയാക്ഷൻ ആണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ആ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ആൻഡ് തേർഡ് വൺ നോക്കാം, അലൂമിനിയവും സിൽവർ നൈട്രേറ്റും കൂടി കൂടിച്ചേർന്ന് അലൂമിനിയം നൈട്രേറ്റും ലെഡുമാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നോക്കാം. 2Al 3PbNO3 twice gives 2AlNO3 plus
3PV. ഇത് എന്താ സംഭവിക്കുന്നത്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഒന്ന് നോക്കി എല്ലാവരും ഇത് എന്ത് ചെയ്യാ, സ്വന്തമായിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സ്വന്തമായിട്ട് ചെയ്യാ. എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കാം, ദെൻ സ്വന്തമായിട്ട് ചെയ്തേക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ അടുത്തേക്ക് പോവാണ്. ഇതെല്ലാവരും സ്വന്തമായിട്ട് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഗിവൺ ബിലോ. നോക്കിയിട്ടേ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? കെമിക്കൽ റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. അതില് ഓരോന്നിന്റെയും എന്ത് ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻ ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? സെയിം തന്നെയാണ് ഇത്രയും നേരം നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കാം. ഫോർമേഷൻ ഓഫ് ബ്ലാക്ക് കോപ്പർ ഓക്സൈഡ് ഓൺ ഹീറ്റിംഗ് കോപ്പർ പൗഡർ ഇൻ എ ചൈന ഡിഷ്. ഒരു ചൈന ഡിഷില് നമ്മൾ എന്ത് ചെയ്യാണ്? ബ്ലാക്ക് കോപ്പർ ഓക്സൈഡ്, ഫോർമേഷൻ ഓഫ് ബ്ലാക്ക് കോപ്പർ ഓക്സൈഡ് ഓൺ ഹീറ്റിംഗ് കോപ്പർ പൗഡർ. കോപ്പർ പൗഡറിനെ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലാക്ക് കോപ്പർ ഓക്സൈഡ് ഉണ്ടാകും. ഇത് എന്ത് ടൈപ്പ് റിയാക്ഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടാവില്ല, ഈ ഒരു സെന്റൻസ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, അത് വെച്ചിട്ട് ഇക്വേഷൻ എഴുതാം. കോപ്പർ പൗഡർ അല്ലെ, CU, അതിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഹീറ്റ് ചെയ്യാണ്. സോ O2 വന്നു. അവിടെ എന്തുണ്ടായെന്ന് പറഞ്ഞ്? ബ്ലാക്ക് കോപ്പർ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കോപ്പർ ഓക്സൈഡിന് നമ്മൾ എന്ത് എഴുതും? CuO. അപ്പൊ എന്തായി വന്നു? 2CuO. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് റിയാക്ഷൻ ആയിരിക്കും? ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ അല്ലേ ചോദിച്ചിരിക്കുന്നത്. എന്ത് ടൈപ്പ് റിയാക്ഷൻ ആണിത്? കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. ഇത് എന്ത് ടൈപ്പ് റിയാക്ഷൻ ആണ്? കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. AgNO3 സിൽവർ നൈട്രേറ്റും അതുപോലെ NaCl സോഡിയം ക്ലോറൈഡും കൂടി ചേർന്നിട്ട് ആരൊക്കെ ഉണ്ടായി? AgCl ഉം NaNO3 ഉം ഉണ്ടായി. ഓക്കെ അല്ലേ? AgCl സിൽവർ ക്ലോറൈഡും NaNO3 ഉം ഉണ്ടായി. ഓക്കെ അല്ലേ? സോഡിയം നൈട്രേറ്റും ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന റിയാക്ഷൻ എന്തായിരിക്കും മക്കളെ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? രണ്ടും കോമ്പൗണ്ടുകളാണ്. റിയാക്ടന്റിന്റെ സൈഡിൽ രണ്ടും കോമ്പൗണ്ടുകളാണ്. ഇവർ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെട്ടപ്പോ എന്താ ചെയ്ത്? അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ അയോൺസിന് എന്ത് ചെയ്തടാ? പരസ്പരം ഇന്റർചേഞ്ച് ചെയ്തു. അങ്ങനെയുള്ള റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പരസ്പരം ഇന്റർചേഞ്ച് ചെയ്താൽ അങ്ങനെയുള്ള റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. എന്താ വിളിക്കുക? ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അടുത്തത് ഇങ്ങനെ തന്നെയാണ്. നോക്കിയേ. ഫോർമേഷൻ ഓഫ് ഫെറിക് ഓക്സൈഡ്. ഇതാണ് ഫെറിക് ഓക്സൈഡ്, Fe2O3. ഫെറിക് ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് ആൻഡ് സൾഫർ ട്രയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡ് SO2 ആൻഡ് സൾഫർ ട്രയോക്സൈഡ് എന്ന് പറഞ്ഞാൽ SO3. ഓക്കെ അല്ലേ? ഓൺ ഹീറ്റിംഗ് ഫെറസ് സൾഫേറ്റ് ഗ്രാനുലേഴ്സ്. ഫെറസ് സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? FeSO4. അപ്പൊ ഈ ഫെറസ് സൾഫേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്താൽ നമുക്ക് 3 ആൾക്കാർ കിട്ടും. പറഞ്ഞാൽ ആരൊക്കെയാണ്? Fe2O3, SO3, SO2. അങ്ങനെയാണെങ്കിൽ ഒരാളെ വിഘടിച്ച് അല്ലെങ്കിൽ ഒരാളെ ബ്രേക്ക് ഡൗൺ സംഭവിച്ച് രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാരായിട്ട് മാറുകയാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അങ്ങനെയുള്ള റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. എന്താ വിളിക്കുക? ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ഇപ്പൊ ചെയ്ത് ഈ 3 ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത് എന്ത് ചെയ്യുന്നതാണ്? ആ ഒരു 4 ടൈപ്പ് റിയാക്ഷൻ എന്നാണ്. അതുകൊണ്ട് തന്നെ മക്കള് ഷുവർ ആയിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് വേണം പോവാൻ. ഈ ഒരു ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ 4 ടൈപ്പ് റിയാക്ഷൻ എന്ന ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അതിന് മാർക്ക് വാങ്ങിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു റിയാക്ഷൻസ് ഷുവർ ആയിട്ട് പഠിച്ചിട്ട് വേണം പോവാനായിട്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? റൈറ്റ് ആൻ എക്സാമ്പിൾ. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? അതിനൊരു എക്സാമ്പിൾ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ദ റിയാക്ഷൻ ഇൻ വിച്ച് an element in a compound is displaced by another element. ഓക്കെ അല്ലേ? നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യം തന്നെയല്ലേ? ഓക്കെ, ഒരു എലമെന്റ് എന്ത് ചെയ്യുന്നു? മറ്റൊരു എലമെന്റിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. അങ്ങനെയുള്ള റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടില്ലേ? ഏത് എക്സാമ്പിൾ വേണമെങ്കിലും എഴുതാം. ടീച്ചറോട് സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. മഗ്നീഷ്യം 2HCl റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും കുട്ടികളെ? MgCl2 H2 ഉണ്ടായി. ഇവിടെ Mg ഒറ്റയ്ക്കായിരുന്നല്ലോ, ഇവിടെ എത്തിയപ്പോ എന്തായി? ഹൈഡ്രജൻ അങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്ത് വെച്ചു. ആരുടെ കൂടെയായി? Mgയും Cl ഉം കൂടെ. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, സിമ്പിൾ ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ടു എക്സാമ്പിൾ ഓഫ് ഈച്ച് കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ടേക്സ് ഡേയ്സ് ഓർ മന്ത് ടു കംപ്ലീറ്റ് ആൻഡ് ദോസ് ദാറ്റ് ടേക്ക് ജസ്റ്റ് എ ഫ്യൂ സെക്കൻഡ് ഓർ മിനിറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം നമ്മുടെ റിയാക്ഷൻ, റേറ്റ് ഓഫ് റിയാക്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ റേറ്റ് ഓഫ് റിയാക്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു സ്ലോ റിയാക്ഷൻസ് ഉണ്ട്, അതുപോലെ ഫാസ്റ്റ് റിയാക്ഷൻസ് ഉണ്ട്, പയ്യെ നടക്കുന്ന റിയാക്ഷൻസ് ഉണ്ട്, വളരെ പെട്ടെന്ന് നടക്കുന്ന റിയാക്ഷൻസ് ഉണ്ട് അല്ലെ. അതിന് ഓരോ 2 എക്സാമ്പിൾ വെച്ച് എഴുതാനേ ഇവര് പറഞ്ഞിട്ടുള്ളൂ. നോക്കാം, സ്ലോ റിയാക്ഷൻ എക്സാമ്പിൾ നോക്കിയേ. ചേഞ്ചസ് ഇൻ റോക്ക് ഡ്യൂ ടു കെമിക്കൽ വെതറിംഗ്. എന്താ സംഭവിക്കാം? കല്ലുകൾക്ക് അല്ലെ, പാറകൾക്കൊക്കെ ചേഞ്ച് സംഭവിക്കുന്നത്. അതുപോലെ റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പിക്കുന്നത്. ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ഒക്കെ വളരുന്നത്. ഇതൊക്കെ എന്തായിട്ട് പറയാം നമുക്ക്? സ്ലോ റിയാക്ഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എന്താ മക്കളെ ഫാസ്റ്റ് റിയാക്ഷൻ? നോക്കാം, റിയാക്ഷൻ ഓഫ് സോഡിയം മെറ്റൽ വിത്ത് വാട്ടർ. സോഡിയം മെറ്റൽ വാട്ടറുമായിട്ട് അല്ലെങ്കിൽ എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നതൊക്കെ പറയാം കേട്ടോ. സോഡിയം മെറ്റൽ എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് പറയാം. കാരണം സോഡിയം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്ന ഒരു മെറ്റലാണ്. റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെയധികം കൂടിയ ഒരു മെറ്റലാണ് സോഡിയം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് റിയാക്ഷൻ ഓഫ് സോഡിയം മെറ്റൽ വിത്ത് വാട്ടർ. അതുപോലെ സ്ട്രൈക്കിംഗ് എ മാച്ച് സ്റ്റിക്ക് അല്ലെ, തീപ്പെട്ടി വരയ്ക്കാല്ലേ, അതൊക്കെ വരുന്നത് എന്താണ്? ഫാസ്റ്റ് റിയാക്ഷൻസ് ആണ്. അപ്പൊ ഇതാണ് സ്ലോ റിയാക്ഷൻ 2 എക്സാമ്പിൾ പഠിച്ചേക്കാം. അതുപോലെ ഫാസ്റ്റ് റിയാക്ഷൻ 2 എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. How does the rate of chemical reaction vary when a gas reacts with large pieces of a solid substance and its fine powder? Explain the reason. എന്താ പറഞ്ഞിരിക്കുന്നത്? കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ റേറ്റ് എന്ന് പറഞ്ഞാൽ പൈസ എന്നുള്ളൊരു അർത്ഥമല്ലേ നമ്മുടെ മനസ്സിലേക്ക് വരാം. ഇവിടെ റേറ്റ്, നമ്മുടെ കെമിസ്ട്രിയിലെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ കെമിക്കൽ റിയാക്ഷന്റെ വേഗത എന്നുള്ള അർത്ഥമാണ്. ഓക്കെ അല്ലേ? സ്പീഡ് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇവിടെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ലാർജ് പീസ് ഓഫ് സോൾഡ് സബ്സ്റ്റൻസിലായിരിക്കും കൂടുന്നുണ്ടാവുക, അല്ലെങ്കിൽ അത് പൗഡർ ആക്കി ഉപയോഗിച്ചാലാണോ കൂടുന്നുണ്ടാവുക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ റീസൺ അടക്കം അവർ ചോദിച്ചിട്ടുണ്ട്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചു വെച്ചേക്കാം കേട്ടോ. നോക്കാം നമുക്ക്. The rate of reaction between a gas and a solid occurs more slowly. എന്താ പറഞ്ഞിരിക്കുന്നത്? വലിപ്പമുള്ള കഷ്ണങ്ങളുമായുള്ള വാതകത്തിന്റെ പ്രവർത്തന വേഗം എന്തായിരിക്കും? കുറവായിരിക്കും. വളരെ വലിയ സോളിഡ് സബ്സ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റൂല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്ക് നോക്കാം, ലാർജ് പീസസ് ഓഫ് എ സോളിഡ് ഹാസ് എ ലെസ് സർഫസ് ഏരിയ എക്സ്പോസ്ഡ് ടു ദ ഗ്യാസ് ലീഡിംഗ് ടു സ്ലോവർ റിയാക്ഷൻ. എ ഫൈൻ പൗഡർ has a much larger surface area than a large piece of same solid. ഇവിടെ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, ലാർജ് സർഫസ് ഏരിയ. സർഫസ് ഏരിയ എന്തായിരിക്കും കുട്ടികളെ? കൂടുതലായിരിക്കും. ഏതിന്? പൗഡർ ആക്കുമ്പോൾ സർഫസ് ഏരിയ കൂടും. ഓക്കെ അല്ലേ? സെയിം സോളിഡ് സബ്സ്റ്റൻസിന്റെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിനെ പൗഡർ ആക്കിയാൽ എന്ത് സംഭവിക്കും? അതിന്റെ സർഫസ് ഏരിയ കൂടും. സോ അവിടെ എന്ത് സംഭവിക്കും? ലീഡിംഗ് ടു ഫ്രീക്വന്റ് കൊളീഷൻ ബിറ്റ്വീൻ റിയാക്ടന്റ് മോളിക്യൂൾ ആൻഡ് ദ ഫാസ്റ്റർ റിയാക്ഷൻ റേറ്റ്. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കാം, റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുന്ന ഒരേ ഒരു കാര്യം ഇതാണ്, നമ്പർ ഓഫ് കൊളീഷൻസ് എത്ര പെട്ടെന്ന് കൂടുന്നോ അത്രയും പെട്ടെന്ന് റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് സർഫസ് ഏരിയ കൂടുമ്പോഴാണ് എന്ത് സംഭവിക്കുക? കൊളീഷൻ കൂടുക. ഓക്കെ അല്ലെ? സർഫസ് ഏരിയ കൂടുമ്പോൾ കൊളീഷൻ കൂടും. സോ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും? റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടും. നമുക്ക് ജസ്റ്റ് ഈ ഒരു മലയാളം നോക്കി നോക്കാം കേട്ടോ. വലുപ്പമുള്ള കഷ്ണങ്ങളുമായുള്ള വാതകത്തിന്റെ പ്രവർത്തന വേഗം കുറവായിരിക്കും. പദാർത്ഥങ്ങളെ ചെറു കഷ്ണങ്ങളാക്കി മാറ്റുകയോ പൊടിച്ചുപയോഗിക്കുകയോ ചെയ്യുമ്പോൾ അവയുടെ എന്ത് കൂടി? പ്രതല പരപ്പളവ് കൂടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ഏരിയ വർദ്ധിച്ചു. സോ അവിടെ കൊളീഷൻസ് നടന്നു. കൊളീഷൻസിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞപ്പോ രാസപ്രവർത്തന വേഗം അല്ലെ, റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്തായി കുട്ടികളെ? കൂടി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, പൗഡർ ആയതിലായിരിക്കോ അല്ലെങ്കിൽ സോൾഡ് സബ്സ്റ്റൻസിലായിരിക്കോ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടാൻ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? പൗഡർ ചെയ്തതിലായിരിക്കും ഏറ്റവും പെട്ടെന്ന് റേറ്റ് ഓഫ് റിയാക്ഷൻ നടക്കുക. കാരണം ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ, കൊളീഷൻ കൂടി, സോ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടി. ആ ഒരു ഭാഗം ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ശ്രദ്ധിക്കാം, the rate of a chemical reaction for a fixed amount of a reactant is slow at room temperature. Is it possible to increase the rate of chemical reaction without changing the temperature? Explain എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കൂട്ടണം.
ഓക്കെ അല്ലെ? നമുക്ക് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കൂട്ടണം, പക്ഷെ നമുക്ക് എന്ത് ചേഞ്ച് ചെയ്യാൻ പറ്റൂല? വിത്തൗട്ട് ചേഞ്ചിങ് ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൽ ഒരു മാറ്റവും പറ്റൂല. ടെമ്പറേച്ചറിൽ ഒരു മാറ്റവും ചെയ്യാൻ പറ്റൂല, പക്ഷെ നമുക്ക് എന്ത് മാറ്റണം? റേറ്റ് ഓഫ് റിയാക്ഷൻ കൂട്ടണം. അങ്ങനെയാണെങ്കിൽ വേറെ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് അത് കൂട്ടാനാണ് ക്വസ്റ്റ്യൻ അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് റേറ്റ് ഓഫ് റിയാക്ഷൻ എഫക്ട് ചെയ്യുന്ന ഒരു 5-6 ഫാക്ടേഴ്സ് അങ്ങോട്ട് പഠിച്ചില്ലേ? എന്തൊക്കെയാ പഠിച്ചേ? ടെമ്പറേച്ചർ ഉണ്ട് അതിൽ അല്ലെ? ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ ഉപയോഗിക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് ഉപയോഗിച്ചൂടെ? എന്തൊക്കെ ഉപയോഗിക്കാൻ നോക്കാം? കാറ്റലിസ്റ്റ് ഉപയോഗിക്കാം, ഇൻക്രീസിങ് ദ സർഫസ് ഏരിയ, സർഫസ് ഏരിയ കൂട്ടാ, അതുപോലെ കോൺസെൻട്രേഷൻ കൂട്ടാ, കോൺസെൻട്രേഷൻ ആക്കാം. ഇതൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെമ്പറേച്ചർ ഇല്ലാതെ തന്നെ നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ കൂട്ടാനായിട്ട് പറ്റും. അപ്പൊ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നമുക്ക് ടെമ്പറേച്ചറിൽ മാറ്റമൊന്നും വരുത്താൻ പറ്റൂല, പക്ഷെ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി മക്കളെ? ഒന്നില്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂട്ടാം, അല്ലെങ്കിൽ സർഫസ് ഏരിയ കൂട്ടാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിക്കാം. ഇതൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് നടന്നോളും? റേറ്റ് ഓഫ് റിയാക്ഷൻ വളരെ പെട്ടെന്ന് നടന്നോളും. ഓക്കെ അല്ലേ? ആ ക്വസ്റ്റ്യനും ക്ലിയർ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Zinc react with hydrochloric acid to produce hydrogen gas. നമുക്ക് അറിയാവുന്നതുപോലെ ഒരു മെറ്റല് ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ ഏത് ഗ്യാസ് ഉണ്ടാവുക? ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു മെറ്റല് ഒരു ആസിഡുമായി റിയാക്ട് ചെയ്താൽ അവിടെ എന്തുണ്ടാകും? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആ ഒരു റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സിമ്പിൾ അല്ല, ഇക്വേഷൻ ഒന്ന് നോക്കിയേ. കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് എഴുതി നോക്കാം കേട്ടോ. നോക്കാം, സിങ്ക് അപ്പൊ Zn എന്ന് എഴുതി. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ എഴുതാനായിട്ട്. സിങ്ക് എന്ന് പറഞ്ഞു, Zn എന്ന് എഴുതി. റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ നമ്മൾ എന്ത് എഴുതി? HCl 2HCl. എന്തുമായിട്ട് റിയാക്ട് ചെയ്തു? HCl-ഉമായിട്ട് റിയാക്ട് ചെയ്തു. എന്നിട്ട് എന്തുണ്ടായിരുന്ന പറഞ്ഞ്? ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഗ്യാസ്. രണ്ടാൾക്കാരുടെ ഉണ്ടായിട്ടുണ്ട്, അതില് ഹൈഡ്രജൻ ഗ്യാസ് എന്തായാലും പുറത്തു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും എഴുതുണ്ടാവാ? ബാക്കി ഇതിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയേ. Zn നമ്മളിവിടെ എഴുതിയിട്ടില്ല, അപ്പൊ Zn എന്തായാലും ഇവിടെ ഉണ്ടാവില്ലേ? ഉണ്ടാകും. H2 നമ്മൾ അപ്പുറം എഴുതിയിട്ടുണ്ട്, പിന്നെ അയാൾ വീണ്ടും എഴുതണോ? വേണ്ട. ബാക്കി അവശേഷിക്കുന്ന ആളാരാ? Cl അല്ലേ? സോ Cl ഇവിടെ കൊണ്ട് എഴുതാ. Zn Cl2 എന്ന് വരും. Zn Cl2 എന്ന് വരും. സോ കെമിക്കൽ ഇക്വേഷൻ ഇങ്ങനെയാണ് എഴുതാം. അല്ലാതെ നമുക്ക് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. സിങ്ക് എന്ന് പറഞ്ഞപ്പോ സിങ്ക് എഴുതി, ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞപ്പോ 2HCl ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു 2 ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ആരുണ്ടാകും എന്ന് പറഞ്ഞു? ഹൈഡ്രജൻ ഉണ്ടാകും എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഏറ്റവും അധികം നമ്മൾ എന്തെഴുതി? ഹൈഡ്രജൻ എഴുതി. ഇനി ബാക്കി ആരൊക്കെ അവിടെ കിടപ്പുണ്ടോ അയാളൊക്കെ ഇങ്ങോട്ട് എഴുതാം. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഇട്ടെന്ന് മനസ്സിലായില്ലേ? കാരണം എന്താ? ഇവിടെ ഈ ഒരു 2 എന്ന് പറയുന്നത് ഈ രണ്ടാൾക്കും ബാധകമാണ്. അതുകൊണ്ട് Hന്റെ കൂടെ 2 എഴുതിയില്ലേ? അങ്ങനെയാണെങ്കിൽ Cl-ന്റെ കൂടെയും എന്തെഴുതണം? 2 എഴുതണം. അതാണ് നമ്മുടെ ഇക്വേഷൻ വരാ. Zn plus 2HCl gives ZnCl2 plus H2. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ദിസ്? കണ്ടോ, എല്ലാത്തിലും ആ ഒരു ക്വസ്റ്റ്യൻ കടന്നു വരുന്നുണ്ട്. അതാണ് ടീച്ചർ പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ? ഏത് ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻ ആണ് നോക്കിയേ. രണ്ടാൾക്കാരുണ്ട്, ഇവർ തമ്മിൽ റിയാക്ട് ചെയ്തപ്പോ എന്താ സംഭവിച്ചത്? ഈ HCl അല്ലെ, Hനെ ആര് ഡിസ്പ്ലേസ് ചെയ്ത് മക്കളെ? Zn അങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്തു അല്ലെ. H എന്നിട്ട് ഒറ്റയ്ക്കായി, Zn ആരുടെ കൂടെ കയറിയിരുന്നു? ക്ലോറിന്റെ കൂടെ കയറിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ടൈപ്പ് റിയാക്ഷനാ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. എന്ത് ടൈപ്പ് റിയാക്ഷൻ ആണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Suggest any two method for increasing the amount of hydrogen. ഹൈഡ്രജന്റെ എമൗണ്ട് കൂട്ടണം. ഹൈഡ്രജന്റെ എമൗണ്ട് കൂട്ടണമെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ്? ഒന്നാമത്തെ നോക്കാം, ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ കൂട്ടാ. ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ. അതുപോലെ തന്നെ എന്ത് കൂട്ടാ? ഇൻക്രീസ് ദ ടെമ്പറേച്ചറും കൂട്ടി കൊടുക്കുക, കോൺസെൻട്രേഷൻ കൂട്ടി കൊടുക്കുക, അതുപോലെ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുക. നമുക്ക് ആരുടെ എമൗണ്ട് കൂടും? ഹൈഡ്രജന്റെ എമൗണ്ട് കൂടും. അപ്പൊ ഹൈഡ്രജന്റെ എമൗണ്ട് കൂട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലായിരുന്നോ? അതിൽ നിന്ന് ഏതെങ്കിലും പോയിന്റുകളൊക്കെ പറയാം അല്ലെ. കോൺസെൻട്രേഷൻ കൂട്ടാ, ടെമ്പറേച്ചർ കൂട്ടാ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കൂടും കുട്ടികളെ? ഹൈഡ്രജന്റെ എമൗണ്ട് കൂടും. സിമ്പിൾ അല്ലേ? അപ്പൊ അതും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ഭാഗമാണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദി കൺവേർഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ടു വാട്ടർ ആൻഡ് ഓക്സിജൻ ഈസ് ഗിവൺ. നമുക്കറിയാം
H2O2 ഇവിടെ H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് H2O2. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്തായിട്ട് മാറി മക്കളെ? വാട്ടറും H2Oയും അതുപോലെ O2 ഓക്സിജനുമായിട്ട് മാറി. അപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡ് വാട്ടറും അതുപോലെ ഓക്സിജനുമായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷനെ എന്ത് റിയാക്ഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ എന്ത് പേരിട്ട് വിളിക്കും? നോക്കിയേ, ഒരാളല്ലേ, ഒരാളാണ്. ഇയാൾ എന്തായിട്ട് മാറി? രണ്ടോ അതിലധികമോ അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ പ്രൊഡക്റ്റ് ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ആ ടൈപ്പ് റിയാക്ഷനെ നമ്മൾ എന്ത് പേരാ വിളിക്കുക? ഡീകമ്പോസിഷൻ റിയാക്ഷൻ. എന്ത് പേരാ വിളിക്കുക? ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ അത് നന്നായി പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അടുത്ത ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് സബ്സ്റ്റൻസ് ഈസ് യൂസ്ഡ് ടു ആക്സിലറേറ്റ് ദി ഡീകമ്പോസിഷൻ ഓഫ് H2O2? H2O2ന്റെ ആ ഒരു വിഘടനം അല്ലെ, ആ ഒരു ഡീകമ്പോസിഷൻ കൂട്ടാൻ ഏത് സബ്സ്റ്റൻസ് ആണ് ആഡ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഏത് സബ്സ്റ്റൻസ് ആഡ് ചെയ്തപ്പോഴാണ് H2O2 അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടനം അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ കൂടിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണെന്ന് അറിയോ? MnO2. എന്താ ആഡ് ചെയ്തത് നമ്മളവിടെ? MnO2. ഇവിടെ നമ്മള് H2O2ക്ക് നമുക്കറിയാം 2H2Oയും അതുപോലെ തന്നെ നമുക്ക് O2ഉം കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇതിൽ നമ്മള് MnO2 ആഡ് ചെയ്യുമ്പോഴാണ് മക്കളെ ഇതിന്റെ റിയാക്ഷന്റെ റേറ്റ് എന്ത് ചെയ്യാ? പെട്ടെന്ന് കൂടാം. അപ്പൊ ഈ H2O2 എന്ന് പറയുന്നതിന്റെ ആ ഡീകമ്പോസിഷൻ ആക്സിലറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? MnO2 അല്ലെങ്കിൽ മാംഗനീസ് ഡയോക്സൈഡ്. ഏതാണ്? മാംഗനീസ് ഡയോക്സൈഡ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. By what name is it commonly known? എന്ത് പേരിലാണ് ഇത് കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് കൂട്ടാൻ വേണ്ടി, ഇൻക്രീസ് ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് മക്കളെ? കാറ്റലിസ്റ്റ്. എന്താ വിളിക്കുക? കാറ്റലിസ്റ്റ്. അപ്പൊ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാറ്റലിസ്റ്റ്. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ കാര്യത്തില് കാറ്റലിസ്റ്റ് ആയിട്ട് വർത്തിച്ചത് ആരാ, അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചത് ആരാ? MnO2 അല്ലെങ്കിൽ മാംഗനീസ് ഡയോക്സൈഡ് ആണ്. അതാണ് അവിടെ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതിന്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂട്ടിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ആയതുകൊണ്ട് തന്നെ ആരായിരിക്കും? MnO2 അല്ലെങ്കിൽ മാംഗനീസ് ഡയോക്സൈഡ് ആയിരിക്കും. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് കുട്ടികളെ, നോക്കാം. സൊല്യൂഷൻസ് ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആർ ടേക്കൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. നമ്മൾ രണ്ട് എന്തെടുത്തിട്ടുണ്ട്? സൊല്യൂഷൻസ് എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നോക്കിയേ? NH4Cl അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡും. ആരൊക്കെയാണ്? NH4Cl എന്ന് പറഞ്ഞ അമോണിയം ക്ലോറൈഡ്, അതുപോലെ NaOH എന്ന് പറഞ്ഞ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഈ രണ്ടുപേരും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അവരെ ഹീറ്റഡ്, അവരെ നമ്മൾ ചൂടാക്കാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ്? ഏത് ഗ്യാസ് ആണ് അവിടെ ഫോം ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അപ്പൊ അമോണിയം ക്ലോറൈഡിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്ത് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ചൂടാക്കിയാൽ ഏത് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഏത് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാ? അമോണിയ. ഏത് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാ? അമോണിയ ഗ്യാസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഫാക്ടർ ഹെൽപ്പ് ടു ഇൻക്രീസ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ? ഏത് ഫാക്ടർ ആണ് കെമിക്കൽ റിയാക്ഷന്റെ ആ ഒരു റേറ്റ് അല്ലെ, വേഗത കൂട്ടാനായി സഹായിച്ച ഫാക്ടർ ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ മക്കളെ. നമ്മൾ എന്ത് ചെയ്തപ്പോഴാണ് ഈ ഒരു അമോണിയ കൂടുതലായിട്ട് ഉണ്ടായേ? നമ്മൾ എന്താ ചെയ്തേ? അത് എന്റെ അടുത്ത് വെറുതെ ഇങ്ങനെ വെച്ചോളാം. അത് നമ്മൾ എന്ത് ചെയ്തു? ഹീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ഫാക്ടർ ആയിരിക്കും ആ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക? ഒബ്വിയസ്ലി എന്തായിരിക്കും? ടെമ്പറേച്ചർ ആയിരിക്കും. എന്ത് റിയാക്ഷൻ ആയിരിക്കും? എന്ത് ഫാക്ടർ ആയിരിക്കും? ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പൊ ടെമ്പറേച്ചർ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യാൻ കാരണം? ആ റേറ്റ് അല്ലെങ്കിൽ അതിന്റെ വേഗത കൂടാനായിട്ട് കാരണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനും കൂടി നോക്കാം. വാട്ട് ഈസ് ത്രെഷോൾഡ് എനർജി? എന്താണ് ത്രെഷോൾഡ് എനർജി? അറിയോ?
എന്താണ് ത്രെഷോൾഡ് എനർജി? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ത്രെഷോൾഡ് എനർജി? നോക്കാം. റിയാക്ഷൻ റിക്വയർ certain amount kinetic energy to get converted into product. റിയാക്ടന്റുകള് പ്രൊഡക്റ്റ് ആയിട്ട് മാറണമെങ്കിൽ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി വേണം. എന്താ പറഞ്ഞത്? റിയാക്ടന്റുകൾ വെറുതെ ഇരുന്ന് പ്രൊഡക്റ്റ് ആയിട്ട് മാറൂല. റിയാക്ടന്റുകൾക്ക് പ്രൊഡക്റ്റ് ആയിട്ട് മാറണമെങ്കിൽ എന്ത് വേണം? സർട്ടൻ എമൗണ്ട് കൈനറ്റിക് എനർജി വേണം. ആ ഒരു എനർജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ത്രെഷോൾഡ് എനർജി എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ത്രെഷോൾഡ് എനർജി. അപ്പൊ എന്താ ത്രെഷോൾഡ് എനർജി എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? റിയാക്ടന്റ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ എടുക്കുന്ന ആ മിനിമം കൈനറ്റിക് എനർജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ത്രെഷോൾഡ് എനർജി എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാണ് നമ്മള്. Why does the rate of chemical reaction increase with the temperature increases? എങ്ങനെയാണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യാം? എങ്ങനെയാണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക? നമുക്ക് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ കൊടുക്കുന്നു. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരാൾ കൂടും. ആരാണെന്നറിയോ? ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്ന എനർജി എന്ത് ചെയ്യും? കൂടും. ത്രെഷോൾഡ് എനർജി എന്ത് ചെയ്യും? കൂടും. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ത്രെഷോൾഡ് എനർജി കൂടി. അങ്ങനെയാണെങ്കിൽ ത്രെഷോൾഡ് എനർജി കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയോ? കൊളീഷൻസ്, നമ്പർ ഓഫ് കൊളീഷൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കൊളീഷൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം കൊളീഷൻസ് ഇൻക്രീസ് ചെയ്താൽ എന്തും കൂടി കൂടോടാ? റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനും കൂടി കൂടും, അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷനും കൂടി നമ്മുടെ കൂടും. അപ്പൊ ഇത്ര എങ്ങനെയാണ് നമ്മുടെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാല് റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ടെമ്പറേച്ചർ കൂടുമ്പോ ത്രെഷോൾഡ് എനർജി കൂടും. ത്രെഷോൾഡ് എനർജി കൂടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്ത് കൂടുന്നു? കൊളീഷൻസ്, നമ്പർ ഓഫ് കൊളീഷൻസ് കൂടി. സോ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കൂടുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ ഒരു കെമിക്കൽ കൈനറ്റിക്സ് ഉള്ള ഒരു ചാപ്റ്ററിനെ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതിൽ രണ്ട് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 4 ടൈപ്പ് റിയാക്ഷൻ. ഇത് ഒറ്റ സ്റ്റെപ്പിൽ വരുന്നതല്ലേ? ആ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, അതാണ് 4 ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻ. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് factors affecting the rate of chemical reaction. Rate of chemical reaction എഫക്ട് ചെയ്യുന്ന ആ ഒരു 4-5 ഫാക്ടേഴ്സ് അത്ര മാത്രമേ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ എല്ലാവരും നല്ല മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാല് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്